പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്തുതിക്കുന്നപ്പ. ഈശോപ്പ, അങ്ങേ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോനാഥ, കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ സംരക്ഷിച്ച് അവിടുത്തെ കൃപയാൽ നടത്തിയതിനായി നന്ദി പറയുന്നപ്പ. ഇന്ന് ഞങ്ങൾക്കൊരു പുലർക്കാലം തന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തരുകയും ദൈവകൃപയിൽ നടത്തിയും ആത്മീയമായി അവിടുത്തെ സന്നിധിയിൽ കൂടുതൽ അടുക്കുവാനും തന്നിരിക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. പ്രഭാതം മുതൽ ഈ 3 മണി സമയം വരെ കർത്താവിൻ്റെ കരുതലും സംരക്ഷണവും ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നപ്പ. ഈ കരുണയുടെ സമയം ഞങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നവരെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഇപ്പോൾ എന്നെ കേൾക്കുന്നവരെയും കർത്താവെ, അങ്ങേ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ കർത്താവെ. അങ്ങ് ഞങ്ങളിൽ എന്ത് തന്നാലും അവിടുത്തെ കാരുണ്യത്തിനൊത്തവണ്ണം ആയിരിക്കാൻ ഇടയാക്കണമേ. ഇന്ന് പ്രാർത്ഥിച്ച് വചനമെടുത്ത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു. ഇതിൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. അവിടെ മറിയത്തിൻ്റെ താഴ്മയും ദൈവത്തിൻ്റെ വാക്ക് എങ്ങനെ മറിയ സ്വീകരിക്കുന്നു എന്നുള്ള വിനയവും ഇതിൽ നിന്ന് നമുക്കൊരു മാതൃകയാക്കാൻ തക്കവണ്ണം പറഞ്ഞിട്ടുണ്ട്. എന്നെ കൂടുതലായി ഹൃദയത്തിൽ സ്പർശിച്ച വാക്കുകൾ 39 മുതൽ 45 വരെയുള്ള വാക്കുകളാണ്. ഞാനൊന്നും ഇവിടെ വായിക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മാതാവിൻ്റെ വിനയവും മാതാവിനെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ സന്തോഷവും എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞു കുതിച്ചു ചാടുന്നതും കാണാം. മാതാവ് വന്നത് വെറും കൈയോടെയല്ല, ഈശോയെയും കൊണ്ടാണ് വന്നത്. അതിനാലാണ് എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുന്നത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം ആകുന്ന ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണം. അവിടെ അവിശ്വാസം കടന്നുകൂടുവാൻ ഇടവരാതെ വണ്ണം ഈശോ വസിക്കുന്ന ഹൃദയമാക്കണം. അപ്പോൾ മാതാവിനെ പോലെ നമുക്ക് വിനയവും സ്നേഹവും ഉള്ളവരായി തന്നെ മാറും. നമുക്ക് ഈ കരുണയുടെ സമയം തീക്ഷ്ണമായ വിശ്വാസത്തിനായി പ്രാർത്ഥിക്കാം. ആമേൻ.